യോഗയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ആയുർവേദിക് ദോഷാസിനെ കുറിച്ച് മുമ്പ് പറഞ്ഞ 2 എപ്പിസോഡിന്റെ ബാക്കിയാണ്. ഇന്ന് മൂന്നാമത്തെ ദോഷമായ കഫയെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. കഫയുടെ എലമെന്റ്സ് എർത്തും വാട്ടറുമാണ്, അതായത് ഭൂമിയും ജലവുമാണ് കഫത്തിന്റെ മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പം നമുക്ക് വരുന്ന പ്രോബ്ലംസ് എല്ലാം ഇത് കൂടിയിട്ടും കുറഞ്ഞിട്ടുമുള്ള അതിൻ്റെ ഏറ്റങ്ങളെ കുറിച്ചിട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ്. സോ അതിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് നോക്കാം. ഇവരുടെ ക്വാളിറ്റീസ് എന്താണെന്ന് വെച്ചാൽ ഹെവി ആയിരിക്കും, സ്ലോ ആയിരിക്കും, ഇവർ വളരെ സ്റ്റേബിൾ ഉള്ള ആൾക്കാരായിരിക്കും, അതുപോലെ കൂൾ ആയിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് വെയിറ്റ് ഗെയിൻ, പിന്നെ ലത്താർജി, അതായത് മടിയായിട്ടുള്ള ഒരു ഉത്സാഹക്കുറവ്, ആൻഡ് ഇവരുടെ ഡൈജഷനും വളരെയധികം പ്രോബ്ലംസ് ഉള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ നമുക്ക് യോഗ കൊണ്ട് കുറേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ യോഗയാണ് കഫദോഷയെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് ഇനി അടുത്തതായിട്ട് വിവരിക്കാം. സൂര്യ നമസ്കാർ കഫദോഷയുള്ള ആൾക്കാർക്ക് വളരെ നല്ല ഒന്നാണ്. പക്ഷേ സൂര്യ നമസ്കാരം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല, നമ്മൾ അതിൻ്റെ തന്നെ പല എപ്പിസോഡുകളും മുമ്പ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ചെയ്ത എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ തന്നെ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഈ യോഗാസനകൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ എനർജി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റഗ്നേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കഫദോഷത്തിനെ ബാലൻസ് ചെയ്യാനും ഗ്രൗണ്ടിങ് ചെയ്യാനുമായിട്ടുള്ള ആസനസൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾക്ക് സർക്കുലേഷൻ കൂടാനും വാംത്ത് ശരീരത്തിന് പ്രദാനം ചെയ്യാനും ഒക്കെയുള്ള ആസനാസും പ്രാണായാമയുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് തുടങ്ങാം. നമുക്ക് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ എനർജി ബൂസ്റ്റ് ചെയ്യാനും വേണ്ടി ആദ്യം വീരഭദ്രാസനം ചെയ്യാം. സോ വീരഭദ്രാസനം ചെയ്യാനായിട്ട് കാലുകൾ മാക്സിമം അകത്തി വയ്ക്കുക. എന്നിട്ട് ഒരു കാല് മാത്രം 90 ഡിഗ്രിയിൽ വയ്ക്കുക. മാക്സിമം നിങ്ങളുടെ തൈസ് പാരലലായിട്ട് ഗ്രൗണ്ടിന് കൊണ്ടുവരാൻ നോക്കുക. Then inhale and look front. 1, 2, 3, 4, 5, 6. Exhale and come back. Same തന്നെ നമുക്ക് അടുത്ത ഭാഗത്തേക്കും ചെയ്യാം. സോ മാക്സിമം കാലുകൾ അകത്തി വയ്ക്കുക. അതിനുശേഷം ഏത് ഭാഗത്തേക്കാണോ തിരിയുന്നത് ആ ഭാഗത്തെ ഇത് 90 ഡിഗ്രിയിൽ വെച്ചിട്ട് മാക്സിമം പാരലൈസ് ആയിട്ട് തൈസ് വരാൻ നോക്കുക. ഇൻഹേൽ ആൻഡ് ലുക്ക്. 1, 2, 3, 4, 5, 6. എക്സേൽ ആൻഡ് കം ബാക്ക്. ഇത് നിങ്ങൾക്ക് 3 പ്രാവശ്യം 3 to 5 ടൈംസ് ചെയ്യാം. എല്ലാ ആസനാസും ഞാൻ ഓരോ പ്രാവശ്യമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് 3 to 5 ടൈംസ് ചെയ്യാം. അടുത്തത് ത്രികോണാസനയാണ്. അത് നിങ്ങൾക്ക് ബാലൻസിനും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടി ചെയ്യാവുന്നതാണ്. സോ കാലുകൾ പരത്തി വയ്ക്കുക. ഇൻഹേൽ, എക്സേൽ ആൻഡ് ലുക്ക് അപ്പ്. 1, 2, 3, 4, 5, 6. Inhale, come to the center. Exhale and look up. 1, 2, 3, 4, 5, 6. Inhale and come back. അടുത്തത് ഉൽക്കടാസനയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വാംത്താക്കുകയും കോർ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും ബാലൻസിനും കൂടി ഉള്ളതാണ് ഉൽക്കടാസന ഓർ ചെയർ പോസ്. നമ്മളുടെ ഷോൾഡേഴ്സിൻ്റെ അതേ ലെങ്ത്തിൽ കാലുകൾ അകത്തി വയ്ക്കുക. ദെൻ ഇൻഹേൽ ആൻഡ് കം ഓൺ യുവർ ടിപ്പി ടോസ്. Exhale and still on your tippy toes and stay. 1, 2, 3, 4, 5, 6. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ ടിപ്പി ടോസിൽ തന്നെയാണ്. ബാലൻസിങ് ശ്രദ്ധിക്കണം. എഴുന്നേൽക്കുക. എക്സേൽ ആൻഡ് കം ബാക്ക് ആൻഡ് റിലാക്സ്. അടുത്തത് ബാക്ക് ബെൻഡ്സ് ആണ്. അപ്പോൾ ഇത് ആദ്യം ചെയ്യാൻ പോകുന്നത് കോബ്ര പോസ്. അപ്പോൾ നിങ്ങൾക്ക് ലങ്സ് ഓപ്പൺ ചെയ്യാനും സ്ട്രെങ്ത്തിനും വേണ്ടിയിട്ട് ഇത് നമുക്ക് ചെയ്യാം. പ്രോൺ പോസിൽ കിടക്കുക. കാലുകൾ രണ്ടും ചേർത്ത് വെക്കുക. കൈകൾ ചെസ്റ്റിൻ്റെ ഇരുവശത്തും വെച്ച് ചിന്ന മാറ്റിൽ മുട്ടിച്ച് നിർത്തുക. അതിനുശേഷം ഇൻഹേൽ ചെയ്തുകൊണ്ട് ഇൻഹേൽ ആൻഡ് ലുക്ക് അപ്പ് ആൻഡ് ബെൻഡ്. 1, 2, 3, 4, 5,
6. Exhale and come back and relax in Makarasana. അടുത്തത് ധനുരാസനയാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഡൈജഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ എനർജി ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് ധനുരാസന. അപ്പോൾ ധനുരാസന ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ശലഭാസനത്തിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ കാലുകൾ രണ്ടും അകത്തി വയ്ക്കുക, കൈകൾ രണ്ടും തൈസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇൻഹേൽ ചെയ്തിട്ട് നിങ്ങളുടെ ആംഗിൾസിൽ പിടിക്കാം. എക്സേൽ ചെയ്യുക. ഇനി ഇൻഹേൽ ചെയ്യുമ്പോൾ ലെഗ്സും ചെസ്റ്റിൻ്റെ ഭാഗവും മുകളിലേക്ക് ഉയർത്തുക. കഴിയുന്നതും ടമ്മിയിൽ തന്നെ നിൽക്കാൻ നോക്കുക. ഇൻഹേൽ 1 2 3 4 5 6. Exhale and come back. ഇനി മകരാസനത്തിൽ റിലാക്സ് ചെയ്യാം. എല്ലാ ആസനയും മിനിമം 3 പ്രാവശ്യമെങ്കിലും ചെയ്യണം കേട്ടോ. അടുത്തത് ഉഷ്ട്രാസനയാണ്, അഥവാ കാമൽ പോസ്. അപ്പോൾ ഇത് ചെയ്യുന്നതോടും നമ്മുടെ ഹാർട്ട് ഓപ്പൺ ആവുകയും അതോടൊപ്പം തന്നെ കഫത്തിൻ്റെ ഹെവിനെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഇതുമെല്ലാം നമ്മൾ മുന്നിലത്തെ എപ്പിസോഡുകളിൽ കുറേ പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വജ്രാസനത്തിൽ ഇരിക്കുക. അതിനുശേഷം ഇൻഹേൽ ചെയ്തുകൊണ്ട് പുറകിലേക്ക് പിടിക്കാം. 1 2 3 4 5 6. Exhale and come back to camel pose. And relax. അടുത്തത് അധോമുഖ ശ്വാനാസനയാണ്. ഇതൊരു ഇൻവേർട്ട് പോസ് ആണ്. നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യാനും സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി ചെയ്യുന്നതാണ്. സോ അതിനായിട്ട് നമുക്ക് ടേബിൾ ടോപ്പ് പൊസിഷനിൽ നിൽക്കാം. എന്നിട്ട് ലെറ്റ് us go to അധോമുഖ ശ്വാനാസന. One, 2, 3, 4, 5, 6. Now exhale. Still നിങ്ങൾക്ക് മകരാസനം തന്നെ ചെയ്യാം. അടുത്തത് പ്ലാങ്ക് പോസ് ആണ്. നമ്മുടെ ടോട്ടൽ ബോഡിക്ക് എനർജി കിട്ടുകയും ബോഡിയെ ഹീറ്റ് ആക്കുകയും ചെയ്യുന്നതാണ് പ്ലാങ്ക് പോസ്. സോ നിങ്ങൾക്ക് നോർമൽ ശ്വാസോച്ഛ്വാസം ചെയ്യാം. $30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ എത്ര നേരം പിടിക്കാൻ പറ്റുമോ അങ്ങനത്തെ 3 റൗണ്ട് ചെയ്യാം. സ്ലോലി കം ബാക്ക് ആൻഡ് റിലാക്സ് ഇൻ മകരാസന. അടുത്തത് നൗകാസന അഥവാ ബോട്ട് പോസ് ആണ്. ഇത് കോറിനെ സ്ട്രെങ്തൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്ലഗ്നിഷ്നെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്ഫുള്ളുമാണ്. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Come back and hold for a second. ഇതും നിങ്ങൾക്ക് 3 റൗണ്ട്സ് ചെയ്യാം. അടുത്തത് പശ്ചിമോത്തനാസനയാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക്
ചെറുതായിട്ട് ഒരു സ്ട്രെച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡിനെ കാം ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. കാലുകൾ മുന്നിലേക്ക് വെക്കുക ആൻഡ് സ്ലോലി ഹോൾഡ് ദ ഫ്രണ്ട്. 1 2 3 4 5 6. Exhale and come back and relax. ഇതും 3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. കഫദോഷയ്ക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രാണായാമസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഭസ്ത്രിക പ്രാണായാമ ഇതിന് വളരെ നല്ലതാണ്. സോ നമ്മൾ വജ്രാസനയിലിരിക്കാം. വജ്രാസനയിലിരുന്ന ശേഷം ഇൻഹലേഷനും എക്സലേഷനും രണ്ടും ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യുന്നതാണ് ഭസ്ത്രിക പ്രാണായാമ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale, inhale and exhale, inhale, 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 exhale, inhale and exhale. അങ്ങനെ 15ൻ്റെ ഒരു 2 റൗണ്ടോ 3 റൗണ്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ശ്വാസത്തെ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ നിരീക്ഷിക്കുക. Take a deep breath in and breathe out. Breathe in and breathe out and relax. അടുത്തത് കപാൽഭാതിയാണ്. അത് ഫോഴ്സ്ഫുൾ എക്സലേഷൻ ആണ്. ഇൻഹലേഷൻ ആക്റ്റീവായിട്ട് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും. ഇത് കഫദോഷയ്ക്ക് ഏറ്റവും നല്ല പ്രാണായാമയാണ്. സോ നിങ്ങൾക്ക് കൈകൾ വേണമെങ്കിൽ വയറിൻ്റെ അടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ രണ്ടും ഗ്യാൻ മുദ്രയിൽ പിടിച്ച് തൈസിൻ്റെ 2 ഭാഗത്തായിട്ട് വയ്ക്കുക. ആൻഡ് ഇൻഹേൽ ആൻഡ് എക്സേൽ ചെയ്യുന്നത് ഫോഴ്സ്ഫുള്ളി ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ക്ലോസ് യുവർ ഐസ്. ഇതും നിങ്ങൾക്കൊരു 3 റൗണ്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു സ്മോൾ മെഡിറ്റേഷൻ കൂടി ചെയ്ത് ഇത് അവസാനിപ്പിക്കാം. കൈകൾ രണ്ടും നിങ്ങളുടെ തൈസിൻ്റെ ഇരുവശത്തുമായി വയ്ക്കുക. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇനി നോർമലി നിങ്ങൾ ബ്രീത്ത് ചെയ്യുക. നിങ്ങളുടെ തലയുടെ മുകളിൽ കൂടെ ഒരു ഗോൾഡൻ ലൈറ്റ് വരുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ഓരോ ഇൻഹലേഷനിലും ആ ഗോൾഡൻ ലൈറ്റ് തലയുടെ മുകൾ ഭാഗത്ത് കൂടെ നിങ്ങളുടെ ഹോൾ ശരീരത്തിലേക്കും വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ ലൈറ്റ് നിങ്ങളുടെ ബോഡിയിൽ എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്യുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ബോഡിയിലുള്ള ഓരോ ഹെവിനെസ്സും, എന്താണോ നിങ്ങളുടെ ബോഡിക്ക് ഹെവി ആയിട്ട് തോന്നിയത്, അവിടുത്തെ എല്ലാം ഈ ലൈറ്റ് വന്ന് ഫില്ല് ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ ഹെവിനെസ് എല്ലാം ഡിസോൾവ് ചെയ്യുന്നതായിട്ടും സങ്കല്പിക്കുക. ഓരോ ഹെവിനെസ്സും ഡിസോൾവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡി എനർജൈസ് ചെയ്യുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ
ഓരോ എക്സലേഷനിലും, ഓരോ നിശ്വാസത്തോടൊപ്പം നിങ്ങളുടെ എല്ലാ മടികളും, ഫാറ്റിഗും, ക്ഷീണവും, ഹെവിനെസ്സും എല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. അതായത് ഓരോ ശ്വാസത്തോടൊപ്പവും തലയിൻ്റെ മുകളിൽ കൂടെ ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ശരീരത്ത് മുഴുവൻ വ്യാപിക്കുന്നതായും നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ ഹെവിനെസ്സിനെയും അത് ഡിസോൾവ് ചെയ്ത് നിങ്ങൾക്ക് എനർജി നൽകുന്നതായിട്ട് സങ്കല്പിക്കുക. ഓരോ നിശ്വാസത്തോടൊപ്പവും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സ്റ്റഗ്നേഷനും ഫാറ്റിഗും ക്ഷീണവും ഹെവിനെസ്സും എല്ലാം പുറത്തേക്ക് വിടുന്നതായും സങ്കല്പിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ ആവർത്തിക്കുക. ഐ ആം ലൈറ്റ്, എനർജൈസ്ഡ് ആൻഡ് ക്ലിയർ. ഞാൻ വളരെ ലാഘവത്തോടു കൂടിയായിരിക്കുന്നു. ഞാൻ നല്ലപോലെ എനർജൈസ്ഡ് ആയിട്ടുണ്ട്. എൻ്റെ മനസ്സും ശരീരവും വളരെ വ്യക്തമാണ്, ക്ലിയർ ആയിട്ടുണ്ട്. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും എനിക്ക് ഇല്ല. Take a deep breath in and breathe out. ഇനി നിങ്ങൾ ഒരു ബ്രീത്ത് നിങ്ങളുടെ നോസിൽ കൂടെ എടുത്ത ശേഷം വായിൽ കൂടെ പുറത്തേക്ക് തള്ളുക. Take a deep breath in through the nose and fully open your mouth and exhale. ഇത് 3 പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിക്കാം. ഇനി ഒരു നിമിഷം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്ന് ഫീൽ ചെയ്യുക. നിങ്ങൾ കുറേ കൂടി ലൈറ്റർ ആയിട്ടുണ്ട്. നിങ്ങൾ കുറേ കൂടി ലൈറ്റർ ആയിട്ടുണ്ട്, മോർ എവേക്ക് ആണ്. നിങ്ങൾക്ക് മനസ്സിനെല്ലാം വളരെയധികം വ്യക്തത അഥവാ ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യാം. ഐ ഇൻവൈറ്റ് ലൈറ്റ്നെസ്, എനർജി ആൻഡ് ക്ലാരിറ്റി ഇൻ ടു മൈ ബീയിങ്. ഒരു പ്രാവശ്യം കൂടി ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ആൻഡ് സ്ലോലി എക്സേൽ. ഒരിക്കൽ കൂടി ആ ഗോൾഡൻ ലൈറ്റ് മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ ശരീരത്ത് മുഴുവൻ ഓരോ ഇൻഹലേഷനിൽ കൂടെ അത് വ്യാപിക്കുന്നതായിട്ടും എക്സലേഷനിൽ കൂടെ നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും പുറത്തു പോകുന്നതായും സങ്കല്പിക്കുക. Take a deep breath in and out. Inhale and exhale. Inhale and exhale. Now slowly rub your hands. നല്ലപോലെ ചൂടാക്കിയ ശേഷം നിങ്ങളുടെ കണ്ണുകളിലേക്ക് വയ്ക്കുക. And slowly open your eyes. ഹരി ഓം. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യൂ, ലൈക്സ് ഇടൂ, കമൻസ് ഇടൂ. See you soon.